ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. ഇന്നൊരു അൺബോക്സിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ ഡിവൈസ് റോഡ് എന്ന കമ്പനിയുടെയൊക്കെ മൈക്ക് നമ്മൾ ഉണ്ടാവും. ചെറിയ രീതിയിൽ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ കൂടെ കുത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൈക്കാണ്. അതിൻ്റെ റിസീവർ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ DSLR ക്യാമറയിലൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പായിക്കൊണ്ട് വേറൊരു കമ്പനിയുടെ ഡിവൈസാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസ്. ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഡിവൈസ് ഇത് നമ്മുടെ മുമ്പിലുണ്ട്. ഹോക്കോ എന്ന കമ്പനിയാണ് ഈ ഒരു ഡിവൈസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റോഡ് കമ്പനിയുടെ മൈക്കിനോട് സാമ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഒരു ട്രാൻസ്മിറ്ററും പിന്നെ ഒരു മൈക്കുമാണ് വരുന്നത്. ഇതിൻ്റെ പേര് സ്ട്രീം വയർലെസ് മൈക്രോഫോൺ എന്നാണ്. ഇതിപ്പോൾ ലൈറ്റ്നിങ് പോർട്ടാണ്. നമുക്ക് ഐഫോണിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ടും ഇതേ കമ്പനി വരുന്നുണ്ട്. അതിൻ്റെ സീരിയൽ നമ്പറിലൊരു മാറ്റം വരുന്നതാണ്. ഏതായാലും നമുക്ക് ഇന്ന് ഈ ഒരു ഡിവൈസ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ബോക്സ് വരുന്നത്. കമ്പനി നെയിമായ ഹോക്കോ എന്ന് പോലെ തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്ട്രീം വയർലെസ് മൈക്രോഫോൺ ഫോർ ലൈറ്റ്നിങ് പോർട്ട് എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മോഡൽ നമ്പർ S31 എന്നുള്ളതാണ്. കൂടാതെ കുറച്ചുകൂടി ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണാം. നമുക്ക് ഡിജിറ്റൽ നോയ്സ് റിഡക്ഷന്, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്, ഓപ്പൺ കവർ ആൻഡ് പവർ ഓണ്, പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ളത് ഈസി സ്റ്റെപ്പ് ആയിട്ടുകൊണ്ടുള്ളതൊക്കെ. അതുപോലെ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈമും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് വശത്ത് തന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് കാണാം. പിൻവശത്തും ഇതുപോലെ തന്നെ കുറച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട്. ഏതായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് നോക്കാം. ബോക്സിങ് തന്നെ നല്ല ക്വാളിറ്റി ബോക്സിംഗ് ആണ് ഇതിൽ വരുന്നത്. അതായത് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു അടിപൊളി പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 120 മീറ്റർ ദൂരെ എന്ന് കാണുന്നതൊക്കെ രീതിയിൽ സ്ട്രീം വയർലെസ് മൈക്രോഫോൺ S1ൻ്റെ യൂസർ മാനുവലാണിത്. അപ്പോൾ അതും നമുക്ക് നോക്കാം. യൂസർ മാനുവൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ നമ്പറും ഒരു അടിപൊളി പിക്ചറൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതിലിത് യൂസ് ചെയ്യേണ്ട രീതിക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന രീതിയൊക്കെയാണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വരുന്നതാണ് നമ്മുടെ ഡിവൈസ്. ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ശേഷം ഇതിൽ എന്തൊക്കെയാണ് നോക്കാം. ഒരു വശത്തായിട്ട് ചെറിയൊരു ബോക്സ് കൊടുക്കുന്നുണ്ട്. ബോക്സ് എന്താണെന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സിലായിട്ട് ആസ് യൂഷ്വൽ ഒരു ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു USB-C to USB-A ചാർജിങ് പോർട്ട്. ഇത്രയുമാണ് നമുക്ക് ബോക്സിലായിട്ട് ലഭിച്ചിട്ടുള്ളത്. അൺബോക്സ് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സോ അല്ലെങ്കിൽ മറ്റു ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെയൊക്കെ ഒരു കേസ് പോലെയാണ് ഇത് നമുക്ക് കണ്ടാൽ തോന്നുക. അതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് തന്നെ ഹോക്കോ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് ഒരു LED ഇൻഡിക്കേഷനും പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അടിഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിലേക്കുള്ള ചാർജിങ് പോർട്ടായിക്കൊണ്ട് ടൈപ്പ് സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എയർപോഡ്സ് പോലെ രണ്ട് ഡിവൈസിൽ കാണാം. ഫസ്റ്റ് ഇതിൻ്റെ റൈറ്റ് വശത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ മൈക്കാണ്. ഇതാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. ഇത് നമുക്ക് ഷർട്ടിലൊക്കെ ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് പിൻഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് 3 ഡോട്ടോട് കൂടി ഇതിൻ്റെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വശത്തായിട്ട് ഇതാണ് നമ്മുടെ റിസീവർ വരുന്നത്. ആപ്പിളിലേക്ക് കണക്ട് ചെയ്യുന്ന റിസീവർ. ഇതിന് മുകളിലായിട്ട് തന്നെ നമുക്ക് ടൈപ്പ് സി പോർട്ട് കാണാം. സൈഡിലായിട്ട് ഇതിൻ്റെ കമ്പനി ബ്രാൻഡ് ഹോക്കോ എന്നും എഴുതിയിട്ടുണ്ട്. അടിഭാഗത്തായിട്ട് ഒരു LED ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിവൈസിൽ നിന്ന് കണക്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ട്, അതൊന്ന് പില്ല് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ചാർജിങ് ഒന്ന് സെറ്റ് ചെയ്യാം. രണ്ടും ഇത് ഇടേണ്ട ആവശ്യമില്ല. റിസീവർ ഓട്ടോമാറ്റിക് മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൈക്കിലേക്കാണ് ചാർജിങ് ആവശ്യം. ഏതായാലും ഒന്ന് അടച്ചു വെച്ചാൽ ഇവിടെ നമുക്ക് ഗ്രീൻ LED ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഫുൾ ചാർജ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് നേരെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെയും ഒരു LED ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്കിന് തൊട്ട് താഴായിട്ട് മൈക്കൊക്കെ നല്ല രീതിയിൽ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി നല്ല കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റീൽ ബിൽഡ് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു മൈക്കിൻ്റെ പോർഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ റിസീവർ നേരെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുകയാണ് വേണ്ടത്.
അപ്പോൾ നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് ആ ഒരു വിഷ്വൽ കൂടി കാണാം. മൊബൈലിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മൊബൈലിൽ നിന്ന് ഊരുമ്പോഴും ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി എത്രയാണ്, ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാതെ റെക്കോർഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിവൈസ് ഫോണുമായിട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. കണക്ഷൻ റെഡി ആണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അവിടെ ഗ്രീൻ LED ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് മനസ്സിലാവും. ഇനി നമുക്കിത് വെച്ചിട്ടൊരു വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ അതാ വളരെ അടുത്തുനിന്ന് ഞാനിപ്പോൾ സംസാരിക്കുകയാണ് ഫോണിൻ്റെ. അത് ഡിവൈസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അടുത്തുനിന്ന് സംസാരിക്കാൻ ആവശ്യമില്ല. എത്ര ദൂരം സംസാരിച്ചാലും അതിൽ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന ഈ ഒരു ഡിവൈസിൽ നിന്നാണ്. ഇപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ ടെസ്റ്റ് 1 2 3 ടെസ്റ്റ് 1 2 3. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഈ ഒരു ഡിവൈസിൽ നിന്നാണ് സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഞാൻ ഇതുപോലെ തന്നെ ഇത് ഊരിയിട്ട് ഇത്രയും ദൂരം ഈ ഒരു ദൂരത്തിൽ ഞാൻ എന്നിട്ടിപ്പോൾ ക്യാമറയിൽ, അതായത് നമ്മുടെ ഐഫോണിൽ നേരിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്ന് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിവൈസ് ഞാൻ ഊരിയിട്ടുണ്ട്. ഡിവൈസ് റിമൂവാണ്. എൻ്റെ കയ്യിൽ 2 ഡിവൈസും കാണാം. ഇനി ഞാൻ കുറച്ച് ദൂരേക്ക് പോകുന്നതോടെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ നോക്കാം. ഞാനിപ്പോഴും അതേ സൗണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെയുള്ള മ്യൂസിക് ഫാൻസിൻ്റെ സൗണ്ട് ഏകദേശം ആ ഒരു ഡിഫറൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഈ ഒരു മൈക്ക് ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണപ്പോൾ ഈ ഡിവൈസിൻ്റെ സൗണ്ട് ക്വാളിറ്റി വരുന്നത്. അത്യാവശ്യം നമുക്ക് കുറച്ച് ദൂരെ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ സാധിക്കും. ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത് 120 മീറ്റർ ഡിഫറൻസ് വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതായത് അത്യാവശ്യം ഫുൾ സൂമിലിട്ടിട്ട് നമുക്ക് ക്യാമറയിൽ എടുക്കാം. അതുപോലെ തന്നെ വൈഡായിട്ടുള്ള ഒരു പ്രദേശത്തും തന്നെ നമുക്ക് കുറേ ദൂരെ നിന്ന് നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നേരത്തെ കാണിച്ച വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. മൈക്രോഫോണിൽ കൊടുത്തിട്ടുള്ളത് 70 mAh ഒരു ബാറ്ററിയാണ്. കൂടാതെ നമ്മുടെ ഈ ഒരു ചാർജിങ് കേസിലായിട്ട് കൊടുത്തിട്ടുള്ളത് 450 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി കൂടിയാണ്. പെട്ടെന്നുള്ള ഒരു ഷൂട്ടിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് ഇതിലേക്ക് ചാർജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം നമുക്ക് ഇത് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നിങ്ങളൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോസൊക്കെ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വ്ളോഗിങ്ങിനൊക്കെ പർപ്പസിന് പറ്റിയ ഒരു ഉപകരണം തന്നെയാണ് ഹോക്കോയുടെ ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഖത്തറിൽ ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏകദേശം വില വരുന്നത് 250 റിയാലാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി തുടർന്നും ഇതുപോലെ ഒരു പുതിയ ടെക്നോളജി വീഡിയോ കാണുന്നവരേക്കും ബൈ.